എല്ലാവർക്കും ടെക്ലേ മൾട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങിയ റെഡ്മി നോട്ട് സീരീസ് ഉണ്ടല്ലോ, നമ്മുടെ റെഡ്മി നോട്ട് 14 പ്രോയും നമ്മുടെ ഈ പ്രൈസ് റേഞ്ചിൽ അണ്ടർ 25Kയിലെ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ ആയിട്ടുള്ള സ്പെക്കും കമ്പാരിസൺ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ റെഡ്മി നോട്ട് 14 പ്രോയിൽ 8.2 മില്ലിമീറ്ററാണ് തിക്നെസ് വരുന്നത്, 190 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. വീഗൻ ലെതർ ബാക്കാണ്, പ്ലാസ്റ്റിക് ഫ്രെയിം, IP68-69 റേറ്റിംഗും വരുന്നുണ്ട്. അതേസമയം എഡ്ജ് 50 ഫ്യൂഷനിലാണെങ്കിൽ 7.9 മില്ലിമീറ്ററാണ് തിക്നെസ് വരുന്നത്, 175 ഗ്രാം വെയിറ്റ് വരുന്നുള്ളൂ. ഇതിലും വീഗൻ ലെതർ ബാക്ക് തന്നെയാണ് വരുന്നത്, പ്ലാസ്റ്റിക് ഫ്രെയിം, IP68 റേറ്റിംഗ്. കാണാൻ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഇൻ ഹാൻഡ് ഫീൽ സ്ലൈറ്റ്ലി ബെറ്റർ എഡ്ജ് 50 ഫ്യൂഷനാണ്, ആ ലെതർ ബാക്ക് ഇച്ചിരി ബെറ്റർ ആണ് നമ്മൾ റെഡ്മി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതേസമയം ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ സ്ലൈറ്റ്ലി മീൻസ് IP റേറ്റിംഗ് ഒക്കെ വെച്ച് ഓവറോൾ വെച്ച് നോക്കുവാണെങ്കിൽ റെഡ്മി നോട്ട് 14 പ്രോ തന്നെയാണ് ബെറ്റർ. കാരണം IP68-69 റേറ്റിംഗ് ആണ് വരുന്നത്. പിന്നെ ഡിസൈൻ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ് ആ ഡിസൈൻ്റെ കാര്യത്തിൽ. അതേസമയം ബിൽഡ് നോക്കുവാണെങ്കിൽ ഓവറോൾ സ്ലൈറ്റ്ലി ബെറ്റർ റെഡ്മി നോട്ട് 14 പ്രോ തന്നെയാണ്. ഡിസ്പ്ലേസ് നമ്മൾ നോക്കുവാണെങ്കിൽ റെഡ്മി നോട്ട് 14 പ്രോ വളരെ അടിപൊളി ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. 6.67 ഇഞ്ചിൻ്റെ ഒരു 1.5K 120 ഹെർട്സ് 12-bit കർവ്ഡ് ആമോലെഡ് ആണ് വരുന്നത്. 240 ഹെർട്സ് ആണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. 3000 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്, ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. അതേസമയം എഡ്ജ് 50 ഫ്യൂഷൻ ആണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് 144 ഹെർട്സ് 10-bit കർവ്ഡ് POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 360 ഹെർട്സ് ആണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ്, 1600 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഡിസ്പ്ലേ ആയിട്ട് ഒരു കോമ്പറ്റീഷനും ഇല്ല, റെഡ്മി നോട്ട് 14 പ്രോ തന്നെയാണ് ബെറ്റർ ആയിട്ട് ഇരിക്കുന്നത്. ഹയർ കളർ ഡെപ്ത് വരുന്നുണ്ട്, 12-bit വരുന്നുണ്ട്, പിന്നെ HDR സപ്പോർട്ട് വരുന്നുണ്ട്. കാരണം എഡ്ജ് 50 ഫ്യൂഷനിൽ നമുക്ക് HDR സപ്പോർട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. പിന്നെ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ നമുക്ക് റെഡ്മി നോട്ട് 14 പ്രോ ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ്, അതേസമയം എഡ്ജ് 50 ഫ്യൂഷനിൽ ഗോറില്ല ഗ്ലാസ് 5 ആണ് വരുന്നത്. സോ ഡിസ്പ്ലേ അടിപൊളിയാണ് റെഡ്മിയിൽ. ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ റെഡ്മി നോട്ട് 14 പ്രോയിലും എഡ്ജ് 50 ഫ്യൂഷനിലും നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. രണ്ടിലും നമുക്ക് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ലൈറ്റ്ലി ബെറ്റർ ഓഡിയോ വരുന്നത് റെഡ്മി നോട്ട് 14 പ്രോയിലാണ്. ബെറ്റർ ബേസും ലൗഡ്നെസ്സും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് റെഡ്മി നോട്ട് 14 പ്രോ തന്നെയാണ്. പിന്നെ രണ്ടിലും നമുക്കറിയാം ഹെഡ്ഫോൺ ജാക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ ഓവറോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് ഇച്ചിരി ബെറ്റർ നമുക്ക് റെഡ്മി നോട്ട് 14 പ്രോ തന്നെയായിരിക്കും. പെർഫോമൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് റെഡ്മി നോട്ട് 14 പ്രോയിൽ നമുക്ക് MediaTek Dimensity 7300 Ultra ആണ് വരുന്നത്. 4 നാനോമീറ്റർ TSMC മാനുഫാക്ചറിംഗ് പ്രോസസ്സിലാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ സ്പെക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. അതേസമയം എഡ്ജ് 50 ഫ്യൂഷനിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 7S Gen 2 ആണ് വരുന്നത്. 4 നാനോമീറ്റർ സാംസങ് മാനുഫാക്ചറിംഗ് പ്രോസസ്സിലാണ് വരുന്നത്. സ്പെക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് അറിയാം എക്സ്പാൻഡബിലിറ്റിയും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതിൽ. സോ ഇതിൽ ബെറ്റർ ആയി നമുക്ക് നോക്കാം. നമുക്ക് ബെഞ്ച് മാർക്സ് വെച്ച് ആൻറ്റിറ്റ്യൂഡ് സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് റെഡ്മി നോട്ട് 14 പ്രോയിലെ Dimensity 7300 സ്കോർ ചെയ്യുന്നത് ടോട്ടൽ 6,55,576 CPU 2,08,833, GPU 1,44,537. അതേസമയം എഡ്ജ് 50 ഫ്യൂഷനിലെ സ്നാപ്ഡ്രാഗൺ 7S Gen 2 ആണെങ്കിൽ 5,70,937, CPU 1,90,474, GPU നമുക്ക് 1,20,030. സോ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമ്മുടെ റെഡ്മി നോട്ട് 14 പ്രോ തന്നെയാണ്. പിന്നെ ഗെയിമിംഗ് നമുക്ക് എഡ്ജ് 50 ഫ്യൂഷൻ അത്രയ്ക്ക് നല്ലൊരു ഫോണല്ല. കാരണം പബ്ജിയിലാണെങ്കിൽ തന്നെ കൺസിസ്റ്റൻറ്റ് 60 FPS നമുക്ക് കിട്ടത്തില്ല. സ്ലൈറ്റ് ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എഡ്ജ് 50 ഫ്യൂഷനിൽ കൂടുതലാണ്. സോ ബെറ്റർ ഗെയിമിംഗ്, സ്ലൈറ്റ്ലി ബെറ്റർ ഗെയിമിംഗ് നമുക്ക് റെഡ്മി നോട്ട് 14 പ്രോ തന്നെയാണ് വരുന്നത്. പിന്നെ ഓവറോൾ നമുക്ക് ഡേ ടു ടാസ്കിലൊന്നും ഒരു പ്രശ്നം വരത്തില്ല. പിന്നെ OSൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ റെഡ്മി നോട്ട് 14 പ്രോയിൽ നമുക്ക് ഹൈപ്പർ OS ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. അതേസമയം എഡ്ജ് 50 ഫ്യൂഷനിലാണെങ്കിൽ MyUX ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. സ്ലൈറ്റ്ലി ബെറ്റർ എന്ന് ഞാൻ പറയുവാണെങ്കിൽ മോട്ടോയുടെ UI തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് വരുന്നത്. പിന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് നമുക്ക് അപ്ഡേറ്റ്സ് ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട് മോട്ടോയിൽ. അതേസമയം റെഡ്മി ഇച്ചിരി സ്ലോവർ ആണ് അപ്ഡേറ്റ്സ് തരാനൊക്കെ ഉള്ളതിന്. പിന്നെ ക്യാമറ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ റെഡ്മി നോട്ട് 14 പ്രോയിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് പുറകിൽ വരുന്നത്. പ്രൈമറി നമുക്കൊരു 50 മെഗാ പിക്സൽ f1.5 ആപ്സിൽ വരുന്ന സോണി ലിത്തിയ 600 ആണ് വരുന്നത്. OIS സെൻസറാണ്. സോ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30 FPS ആണ് മാക്സിമം.
സെക്കൻഡറിനായിട്ട് നമുക്കൊരു 8 മെഗാ പിക്സൽ f2.2 അൾട്രാ വൈഡ് ആണ് വരുന്നത്, 1080p 30 FPS. ടിപ്പിക്കലി ഈ പ്രൈസ് റേഞ്ചിൽ ടിപ്പിക്കലായിട്ട് വരുന്ന സെൻസറൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. വലിയ പുതുമയായിട്ടൊന്നും വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. പഴയ ഇത് 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സൽ മാക്രോയാണ് ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് തേർഡ് 2 മെഗാ പിക്സൽ മാക്രോ ഇത്രേ ഉള്ളൂ. പിന്നെ സെൽഫിയുടെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ 20 മെഗാ പിക്സൽ f2.2 സെൽഫി 1080p 60 FPS. അതേസമയം മോട്ടോ എഡ്ജ് FT ഫ്യൂഷനിൽ മച്ച് ബെറ്റർ സെറ്റപ്പ് ആണ് വരുന്നത് നമുക്ക് പറയാം. പ്രൈമറി നമുക്കൊരു 50 മെഗാ പിക്സൽ f1.9 ആപ്റ്റ് വരുന്ന സോണി ലിറ്റിയ 700C ആണ്. ലാർജർ സെൻസറാണ്. കാരണം നമ്മുടെ റെഡ്മി നോട്ട് 14 പ്രോയിൽ ഇരിക്കുന്ന സെൻസർ സൈസ് എന്ന് പറഞ്ഞാൽ 1/1.96 ആണ്. അതേസമയം എഡ്ജ് FT ഫ്യൂഷനിലാണെങ്കിൽ 1/1.56 ആണ്. സോ ലാർജർ സെൻസറാണ് നമുക്കിപ്പോൾ എഡ്ജ് FT ഫ്യൂഷനിലിരിക്കുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30 FPS ആണ്. സെക്കൻഡറി നമുക്കൊരു 13 മെഗാ പിക്സലിൻ്റെ f2.2 അൾട്രാ വൈഡ് വരുന്നുണ്ട്. അത് മാക്രോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. SK ഹൈനിക്സിൻ്റെ HI 1336 എന്ന് പറയുന്ന സെൻസറാണ് ഉപയോഗിക്കുന്നത്. 4K 30 FPS നമുക്ക് അൾട്രാ വൈഡിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സെൽഫി ആയിട്ടൊരു 32 മെഗാ പിക്സൽ f2.5 ആപ്സിൽ വരുന്ന സാംസങ്ങിൻ്റെ JD1 സെൻസറാണ് വരുന്നത്. 4K 30 FPS. സോ നമുക്ക് ആ 3 ക്യാമറയിൽ നമുക്ക് 4K 30 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും നമുക്ക് മോട്ടോ എഡ്ജ് FT ഫ്യൂഷനിൽ. സോ ക്യാമറ പെർഫോമൻസ് എങ്ങനെയായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ ഇച്ചിരി സ്ലൈറ്റ്ലി സാച്ചുറേറ്റഡ് ഫോട്ടോസാണ് എടുക്കുന്നത്. പിന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കുന്നത് മോട്ടോ തന്നെയാണ്. പക്ഷേ HDR-ന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് നമുക്ക് മോട്ടോയിൽ. പിന്നെ മോട്ടോയ്ക്ക് നമുക്ക് ബെറ്റർ ലോ ലൈറ്റ് പെർഫോമൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാർജർ സെൻസറാണ് ഉപയോഗിക്കുന്നത്. അതേസമയം റെഡ്മി നോട്ട് 14 പ്രോയിലാണെങ്കിൽ ബെറ്റർ HDR പെർഫോമൻസ് വരുന്നുണ്ട്. പക്ഷേ സ്ലൈറ്റ്ലി ഹയർ കോൺട്രാസ്റ്റി ആയിട്ടുള്ള ഇമേജസ് ആണ് വരുന്നത്. സോ ഇച്ചിരി ഡാർക്ക് ആയിരിക്കും ഇമേജസ്. സോ അത് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പഴയ റെഡ്മിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇച്ചിരി കോൺട്രാസ്റ്റ് കൂട്ടിയൊരു ഫോട്ടോസ് അത് ഇതിലും വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇച്ചിരി ബെറ്റർ ആക്കാൻ ക്യാമറ കാര്യത്തിൽ നമുക്ക് റെഡ്മിക്ക്. അതേസമയം മോട്ടോ ഇച്ചിരി ഓൾറൗണ്ട് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. സോ നമ്മൾ ബാറ്ററി ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് റെഡ്മി നോട്ട് 14 പ്രോയിൽ നമുക്കൊരു 5500 mAh സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ടിൻ്റെ ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടും. അതേസമയം മോട്ടോയിലാണെങ്കിൽ നമുക്ക് ടിപ്പിക്കൽ 5000 mAh ബാറ്ററിയാണ്, 68 വാട്ട് ചാർജറാണ് ബോക്സിൽ കിട്ടുന്നത്. സോ എനിക്ക് ഒരു ബെറ്റർ ബാലൻസ്ഡ് അപ്രോച്ച് ചെയ്തേക്കുന്നത് റെഡ്മി തന്നെയാണ്. കാരണം ലാർജർ ബാറ്ററി നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. സോ ബാറ്ററി ലൈഫ് എന്തുകൊണ്ടും ബെറ്റർ നമുക്ക് റെഡ്മി തന്നെയാണ്. പിന്നെ കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ റെഡ്മി നോട്ട് 14 പ്രോയിൽ 10 5G ബാൻഡാണ് വരുന്നത്. Wi-Fi 6 വരുന്നുണ്ട്, ബ്ലൂടൂത്ത് 5.4, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, USB Type-C 2.0 ആണ് വരുന്നത്. അതേസമയം എഡ്ജ് FT ഫ്യൂഷനിലാണെങ്കിൽ 13 5G ബാൻഡ് വരുന്നുണ്ട്, Wi-Fi 5 ആണ് വരുന്നത്, ബ്ലൂടൂത്ത് 5.2, NFC, USB Type-C 2.0 ആണ് വരുന്നത്. സോ കണക്ടിവിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. കാരണം റെഡ്മിക്ക് നോട്ട് 14 പ്രോയിൽ Wi-Fi 6 വരുന്നുണ്ട്, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, ലേറ്റസ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി വരുന്നുണ്ട്. സമയം നമുക്ക് മോട്ടോ എഡ്ജ് FT ഫ്യൂഷനിലാണെങ്കിൽ NFC വരുന്നുണ്ട്. സോ NFC വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാലും ഞാൻ കണക്ടിവിറ്റി സ്ലൈറ്റ്ലി റെഡ്മിക്ക് കൊടുക്കും. പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെയാണ് വലിയൊരു ഡിഫറൻസ് വരുന്നത്. നമ്മുടെ റെഡ്മി നോട്ട് 14 പ്രോയ്ക്ക് സ്റ്റാർട്ടിങ് 8GB 128 വരുന്നത്. അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 25,000 രൂപയാണ്. നമുക്ക് അടുത്ത വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 8GB 256 27,000 രൂപ. എഡ്ജ് FT ഫ്യൂഷൻ ആണെങ്കിൽ സ്റ്റാർട്ടിങ് 8GB 128 23,000 രൂപയും, ഹയർ വേരിയൻറ്റിന് 12GB 256 25,000 രൂപയാണ്. സോ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ വിന്നർ ശരിക്കും എഡ്ജ് FT ഫ്യൂഷൻ തന്നെയാണ്. ചീപ്പറാണ്. പിന്നെ നമുക്ക് 12GB റാമും കിട്ടും. സോ ഹൂസ് ബെറ്റർ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് റെഡ്മി നോട്ട് 14 പ്രോ എന്തൊക്കെ കാര്യങ്ങളിലാണ് മുന്നിൽ നിൽക്കുന്നത് നമുക്ക് നോക്കാം. ബെറ്റർ IP റേറ്റിംഗ് വരുന്നുണ്ട്, ബെറ്റർ ബിൽഡ് വരുന്നുണ്ട്, ബെറ്റർ ഡിസ്പ്ലേ വരുന്നുണ്ട്, ബെറ്റർ പെർഫോമൻസ്, സ്ലൈറ്റ്ലി ബെറ്റർ പെർഫോമൻസ് നമുക്ക് റെഡ്മി കിട്ടുന്നുണ്ട്. പിന്നെ ലാർജർ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ IR ബ്ലാസ്റ്റർ, Wi-Fi 6. അതേസമയം എഡ്ജ് FT ഫ്യൂഷനിലാണെങ്കിൽ ബെറ്റർ ലെതർ ബാക്കാണ് വരുന്നത്, സ്ലൈറ്റ്ലി ബെറ്റർ ലെതർ ബാക്കാണ്. ഇൻ ഹാൻഡ് ഫീൽ, ആ ലെതർ ഉപയോഗിക്കുമ്പോൾ ഫീൽ ഇച്ചിരി ബെറ്റർ നമുക്ക് മോട്ടോയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ബെറ്റർ ക്യാമറ സെറ്റപ്പാണ്, ഒബ്വിയസ്ലി ബെറ്റർ ക്യാമറ ആണ്. ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ എഡ്ജ് FT ഫ്യൂഷനാണ് ഈ പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ തന്നെയാണ്. അടിപൊളിയാണ്. ഒരു ഓവറോൾ ബെറ്റർ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ OS-ൻ്റെ കാര്യത്തിലാണ്. സോ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. സോ ആനിമേഷനൊക്കെ അടിപൊളിയാണ്. പിന്നെ അപ്ഡേറ്റ് ഇപ്പോൾ ഫ്രീക്വൻ്റ് ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. റെഡ്മിയിൽ സ്ലോ ആണ് അപ്ഡേറ്റ്സ് കിട്ടുന്ന കാര്യത്തിലൊക്കെ. പിന്നെ നമുക്ക് 68 വാട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട് ബോക്സിൽ. പിന്നെ NFC വരുന്നുണ്ട്. പിന്നെ 2000 രൂപ ചീപ്പറാണ് ശരിക്കും പറഞ്ഞാൽ. ഓരോ വേരിയൻ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ 2000 രൂപ ചീപ്പറാണ്. സോ ഇത് നമ്മൾ പറയുവാണെങ്കിൽ ഏതാ ബെറ്റർ? സോ എനിക്ക് റെഡ്മി ഒന്നിലും മുന്നിൽ നിൽക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ആ ഡിസ്പ്ലേ
മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒഴിച്ച് കഴിഞ്ഞാൽ റെഡ്മി അങ്ങനെ ഒന്നിലും അങ്ങനെ മുന്നിൽ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് പെർഫോമൻസ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് വേറൊരു ഫോണുണ്ട് ആ പ്രൈസ് റേഞ്ചിൽ. നമ്മുടെ വിവോ T3 Pro വരുന്നുണ്ട്, സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ് വരുന്നത്. പിന്നെ പോക്കോ X6 Pro വരുന്നുണ്ട്, ഡയമൻസിറ്റി 8300 വരുന്നത്. നിങ്ങൾക്ക് ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ രീതിയിൽ പറഞ്ഞ എഡ്ജ് 50 ഫ്യൂഷനായിട്ട് പോകണമായിരിക്കും നല്ലത്. സോ റെഡ്മിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇല്ല ഒന്നിനും. കാരണം ഈ പ്രൈസ് റേഞ്ചിലുള്ള മിക്ക ഫോണുകളും ആമോലെഡ് ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ LCD വെച്ചാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒബിയസ്ലി റെഡ്മി 8 പോകാനേ പറയത്തുള്ളൂ. പക്ഷേ ഇവിടെ മിക്ക ഫോണുകളും ആമോലെഡ് ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ വലിയ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റത്തില്ല, കാരണം എല്ലാം ആമോലെഡ് ആയതുകൊണ്ട് തന്നെ. സോ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ റെഡ്മി നോട്ട് 14 Pro എടുക്കാണ്ടിരിക്കുക. ക്യാമറ വേണ്ടവർ നമ്മുടെ എഡ്ജ് 50 ഫ്യൂഷനിലോട്ട് പോവുക. പെർഫോമൻസ് വേണ്ടവർ പോക്കോ X6 Proയോ അല്ലെങ്കിൽ വിവോ T3 Proയിലേക്ക് പോവുക. സോ ഇതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ ചെയ്ത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.